അപകടങ്ങൾ സംഭവിക്കുമ്പോഴും ഈ പറയുന്ന പ്രളയം സംഭവിച്ചപ്പോഴും ഓഫ് റോഡേഴ്സ് ആണ് ഒരുപാട് റെസ്ക്യൂ ഓപ്പറേഷൻസിൽ വന്നിരുന്നത്. അത് നമ്മളായിട്ട് വരുന്നതും അല്ല, ഒഫീഷ്യൽസ് ദേ കോൺടാക്ട് us. ഈ വെള്ളത്തിനകത്തുള്ള ബൈക്ക് ഓടിച്ചോണ്ടാന്ന് തോന്നുന്നു. ബൈക്കല്ല, ഞാൻ ചെയ്യുന്നത് ഓഫ് റോഡിങ് കാറിലാണ്, ജീപ്പുകളിലാണ്. ഈ ഇത്രയും വെള്ളപ്പൊക്കത്തിനകത്ത് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, രമേശ് റെഫറൻസിന് വേണ്ടി അപർണയുടെ ഒരു വീഡിയോ കാണിച്ചു തരാം. പറഞ്ഞ ഈ റെയിൻ ഫോറസ്റ്റിന്റെ പരിപാടി എന്തുവാ? അത് ഓഫ് റോഡിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ്. ഒന്ന് നമുക്ക് കാടുമലയൊക്കെ കയറി പോയി ഒന്ന് ആസ്വദിച്ചിട്ട് വരാവുന്ന ഒരു ഏറ്റവും ഇന്ത്യയിലെ ടഫ് ചലഞ്ച് ആണോ അത്? റെയിൻ ഫോറസ്റ്റ് ചാലഞ്ച് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ടഫസ്റ്റ് ആൻഡ് ലോങ്സ്റ്റ് ചാലഞ്ച് ആണ്. ആദ്യത്തെ വനിതയാണോ? അതെ അതെ അതെ, ഇവിടെ നിന്ന് പോയി കംപ്ലീറ്റ് ചെയ്ത ആദ്യത്തെ. റെയിൻ ഫോറസ്റ്റിനെ കുറിച്ച് അറിഞ്ഞത് എനിക്കിതൊരു പാഷനാണ് ഓഫ് റോഡിംഗ് എന്ന് പറയുന്നത്. ഇവിടുത്തെ റോഡിൽ ഓടിക്കാനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തോണ്ടായിരിക്കും മിക്കവാറും അങ്ങോട്ടേക്ക് സെലക്ട് ചെയ്തല്ലേ. ഈ റോഡിൽ കൂടെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ അപ്പോ അതെ, ലോകത്തിലെ ടോപ്പ് 5 മോസ്റ്റ് ഡിഫിക്കൽട്ട് ചലഞ്ചസിൽ ഒന്നാണ്. അത് ഗോവയിലാണ് എല്ലാ വർഷവും നടക്കുന്നത്. ഈ കഴിഞ്ഞ വർഷം ഞാൻ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തു, കംപ്ലീറ്റ് ചെയ്യാൻ ചെയ്തു. ഒരു 5 ദിവസം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇവന്റ്സ് ആണ്. എവറി ഡേ രാവിലെ ഒരു 6 മണി തൊട്ട് നമുക്ക് ഇതുപോലത്തെ ട്രാക്സ് ഉണ്ടാവും, നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം. അതങ്ങനെ ഒരു കണ്ടിന്യൂസ് ആക്ടിവിറ്റി. അപ്പോൾ നമുക്ക് ബോഡിയും മെന്റലി ഒക്കെ നമ്മൾ നല്ലതായിട്ട് പ്രിപ്പയർ ആയിട്ട് വേണം പോകാൻ. വണ്ടിയും അത്രയും നാൾ സർവൈവ് ചെയ്യണം. അങ്ങനത്തെ ഇതൊരു മോട്ടോർ സ്പോർട്സ് ആണ്. ഇപ്പം നേരത്തെ നമ്മൾ കണ്ടത് ട്രാവൽ പോലെ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ മോട്ടോർ സ്പോർട്സും ഉണ്ട്, ഇതിൽ റേസ് നടക്കാറുണ്ട്. അതൊക്കെ പക്ഷേ ഈ കാണിച്ച പോലെ ട്രാക്കിലാണ്, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി എടുത്ത് നമ്മൾ ട്രാക്ക് ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. അതിന് വേറെ ആൾക്കാരെ ഒന്നും നമുക്കതിൽ സേഫാണ്. പിന്നെ നേരത്തെ രമേശ് പറഞ്ഞ വേറൊരു കാര്യം എനിക്ക് ഐ വോണ്ട് ടു സ്ട്രെസ് ഓൺ. കാരണം അനുകരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരിക്കലും അനുകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ നമ്മൾ ഈ പറയുന്ന? ഒരിക്കലും ചെയ്യാൻ പറ്റില്ല സർ. അതായത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ആർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ ആൾക്കാർ വളരെ സ്മാർട്ടാണ്. പിള്ളേരാണെങ്കിലും എല്ലാവരും സ്മാർട്ടാണ്. അവർ ഒരിക്കലും കയറി അന്ന് നാളെ ഞാൻ മല കയറിക്കോളാം എന്നൊന്നും പറഞ്ഞാൽ ആരും പോകുന്നില്ല. ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഗ്രൂപ്പ്സിലെടുത്ത് ഇപ്പൊ CRF നടന്നു പോയിട്ട് വഴി തെറ്റിപ്പോയതായിരിക്കും. അത് മാനുഷികമായിട്ടൊരു കാര്യം. ഞാൻ ചോദിക്കുന്നതല്ലേ, ഈ മൃഗങ്ങൾക്കുള്ള ബുദ്ധി പോലും ഇല്ലയെന്നാണ് ചോദിക്കുന്നത്. അല്ല, അതൊക്കെ ഓരോ ഇതിപ്പോ ഞാൻ ഒരു ലേഡീനെ മാത്രം ഒരു കാര്യം പറഞ്ഞു. അതായത് ഇപ്പൊ ചോദിക്കുന്നില്ല എത്ര ഇൻസിഡന്റ് ആണ് നടന്നിട്ടുള്ളതെന്ന് ചോദിച്ചു. അപകടത്തിന്റെ പക്ഷെ നമ്മുടെ നാട്ടിൽ പ്രൊഫഷണൽ ആയിട്ട് ഒരുപാട് പരിപാടി നടക്കുന്നുണ്ട്. അത് പുറത്തേക്ക് വരുന്നുണ്ടോ? ആളുകൾക്ക് നെഗറ്റിവിറ്റി ഇഷ്ടമായതുകൊണ്ടാണ് കൊടുക്കുന്നത്. ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യം പുറത്തേക്ക് വന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ 5 വയസ്സ് തൊട്ട് 60 വയസ്സുള്ളവർക്ക് കൊടുക്കുന്നത്. ഇപ്പൊ വെക്കേഷൻ ആയപ്പോ എനിക്ക് അത് കഴിഞ്ഞ 5 വയസ്സുള്ളവർക്ക് കൊടുക്കൂ. 5 വയസ്സുള്ള കുട്ടിയുണ്ട് എനിക്ക് ട്രെയിനിങ്ങിന്. കുട്ടികളുടെ ബൈക്ക് ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയില്ല. കാരണം എന്താ? അങ്ങനത്തെ ഒരു സംവിധാനത്തിന് നമ്മുടെ നാട്ടിൽ പ്രൊമോഷൻ ഇല്ല. ഇങ്ങനത്തെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ഇപ്പോഴല്ലേ 5 വയസ്സുള്ള കുട്ടിക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. ഇത് അതായത് നമ്മുടെ നാട്ടില് ഇപ്പൊ കൂടുതൽ അപകടം ഉണ്ടാന്ന് വെച്ചാല് ബൈക്ക് നമ്മൾ ഓടിക്കല്ല, നമ്മൾ ബൈക്കിനെ ഓടിക്കാൻ. അത് നമ്മളെപ്പോ ബൈക്ക് ഓടിക്കണം. ഇത് പ്രോപ്പർ ടെക്നിക്സുകൾ നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇപ്പൊ രമേശ് പറഞ്ഞോണ്ടിരിക്കുന്ന ഒരേ ഒരാളുടെ തെറ്റ് പറ്റിയ ഒരേ സാധനം പിക്ക് ചെയ്തിട്ടാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ ഒരുപാട് പേര് അനുകരിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ ഇത്രയും നിങ്ങൾ ഇത്രയും പ്രൊഫഷണൽ ആണ്. പക്ഷെ നിങ്ങൾ ഈ കാണിക്കുന്ന സംവിധാനങ്ങളെല്ലാം ഇപ്പൊ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നുണ്ട്, യൂട്യൂബുകൾ വഴി എല്ലാം ഉണ്ട്. ഇതൊക്കെ അനുകരിക്കാൻ ശ്രമിക്കുന്നവർ അനുകരിക്കുന്നവരുടെ അപകടങ്ങൾ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചർച്ച പോലും രൂപപ്പെട്ടത്. സമ്മതിച്ചു. അനുകരിക്കുന്ന 100 പേര് അനുകരിക്കുന്നുണ്ടെങ്കിൽ അതിൽ 10 പേരോ അല്ലെങ്കിൽ 5 പേരോ പോയി പെടാറുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പ്രൊഫഷണലി ഇത് എന്താണെന്ന് അറിയാൻ ശ്രമിക്കാറുണ്ട്. എന്നിട്ടും മാത്രമേ ഇതിലേക്ക് പോവാറുള്ളൂ. ഈ 5 പേരുടെ കേസേ നിങ്ങൾ അറിയുന്നുള്ളൂ. പ്രൊഫഷണൽ ആയിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പലതും അറിയുന്നു.